ടാർജറ്റ് തികയ്ക്കാനുള്ള സമ്മർദ്ദം വലുതാണെന്ന് കൊല്ലം കടവൂരിലെ BLO പൗളിൻ ജോർജ്. രാവിലെ 8:30 മുതൽ രാത്രി വൈകി വരെ ഫീൽഡിൽ നിൽക്കേണ്ടി വരുന്നു. ജോലി കഴിഞ്ഞ് രാത്രി വൈകി വരുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം വലുതാണ്. ജോലി കഴിഞ്ഞ് വന്ന് രാത്രി ഓൺലൈൻ മീറ്റിങ്ങിനും ഇരിക്കേണ്ടി വരുന്നുവെന്നും പൗളിൻ ജോർജ് പറഞ്ഞു. ആദ്യം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫോം ഒരുമിച്ച് ലഭിച്ചില്ല എന്നുള്ളതാണ്. 300 ഫോം, പിന്നെ ഒരു 800ാമത്തെ ഫോം, അങ്ങനെ കുറേശ്ശെ ഫോം ലഭിച്ചപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഫോം കൊടുക്കാൻ 3 പ്രാവശ്യം പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അത് വനിതാ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വീട്ടിൽ 3 തവണ പോയി ഇരുന്ന് ഫോം ഫില്ല് ചെയ്ത് രാവിലെ 8:30 മുതൽ രാത്രി ഒരു 9-9:30 വരെയും ഞാൻ ഉൾപ്പെടുന്ന ബാക്കി എല്ലാവരും ഇവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അത് ശനിയെന്നോ ഞായറെന്നോ ഇല്ലാതെ നമ്മൾക്ക് പോകേണ്ടി വന്നു. പിന്നെ ടാർജറ്റ് എന്ന് പറഞ്ഞ് ഫിനാൻസുകാർ അവരുടെ ജീവനക്കാരോട് കാണിക്കുന്നത് പോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ, വില്ലേജ് ഓഫീസർമാർ തന്നെ ടാർജറ്റ് എഴുതിയിട്ടിട്ട് ആ ടാർജറ്റ് തികയ്ക്കണം. അത് എല്ലാ ദിവസവും എക്സൽ ഷീറ്റ് ഇടുമ്പം ലൈറ്റ് ഗ്രീൻ, റെഡ്, ബ്ലൂ ഇങ്ങനെ പല കളറിലിടും. അപ്പോൾ റെഡിൽ ഉൾപ്പെടുന്നവരെന്ന് പറയുന്നത് ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തവരാണ്. അപ്പോൾ അച്ചീവ് ചെയ്യാത്തതിൻ്റെ കാരണം അവർ തിരക്കുന്നില്ല. പകരം നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും, നിങ്ങൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് വരെ പല വില്ലേജ് ഓഫീസർമാരും പറയുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോയത്. രാത്രി 9 മണിയായപ്പം സാധാരണ സൂം മീറ്റിങ്ങിൽ നടത്തുന്ന മീറ്റിംഗ് ഇന്നലെ ഞങ്ങളോട് പറയുന്നു ഒരു ടീം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം, അതിനകത്താണ് നിങ്ങൾക്ക് മീറ്റിംഗ് നടത്തുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ മീറ്റിങ്ങുകൾ മാത്രം, ഗൂഗിൾ മീറ്റുകൾ മാത്രമായിട്ടാണ് SIRനെ ചുരുക്കിക്കൊണ്ടു പോകുന്നത്. നമുക്ക് വ്യക്തമായ ഒരു പരിശീലനം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 10:30 മണിയായപ്പോഴും ഗൂഗിൾ മീറ്റ്. അപ്പം ഇവര് ഈ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മൾ ഇരുന്ന് ഫോം ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ, അതും ഫോണിലായതുകൊണ്ട് നമുക്ക് ഫോണിൽ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. അപ്പൊ രാത്രിയിൽ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് നമുക്ക് പറ്റത്തില്ല. രാവിലെ വീണ്ടും ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ. രാവിലെ വീണ്ടും ഈ പ്രൊസീജിയർ തുടങ്ങി 30 ദിവസത്തേക്കെന്ന് പറഞ്ഞ് കാലാവധി തന്നിട്ട് 12ാമത്തെ ദിവസം മുതൽ ടാർഗറ്റ് 100% ആക്കണം. ഈ ഒരു പ്രഷർ നമ്മുടെ തലയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. BLOമാർ നേരിടുന്ന വലിയ സമ്മർദ്ദത്തിൻ്റെ വിശദമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വരുന്നു. ഇപ്പോഴാണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം ലഭിക്കുന്നത്. രാജ്കുമാറാണ് ഈ BLOയുടെ ബൈറ്റ് എടുത്തിരിക്കുന്നത്. രാജ്കുമാർ, വളരെ ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ BLOമാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ. രാത്രി 9:30 വീട്ടിൽ വരുന്നു, അതിനുശേഷം സൂം മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെയും 10-11 മണി വരെ ഇരിക്കുന്നു. എന്തൊരു കഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ സമ്മർദ്ദം, അതുമാത്രമല്ല ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും മാനസിക സമ്മർദ്ദത്തിലാക്കുകയാണ്. രാജ്കുമാർ, ഉറപ്പായും ഇപ്പം ഈ വാക്കുകൾക്കപ്പുറത്ത് നമുക്കൊന്നും പറയാനൊന്നുമില്ല. അതേസമയം ഇതിൽ ഈ ഒരു ഭാഗത്ത് ഈ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം, ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ അവരും ഇതിൻ്റെ എല്ലാം ഭാഗമാണ്. അവരും അതിൻ്റെ മുകളിൽ നിന്നുള്ള പ്രഷർ നേരിടുന്നുണ്ട്. ഇതിപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഓരോ തിട്ടുപുരങ്ങൾ ഓരോ മിനിറ്റിനും വന്നുകൊണ്ടിരിക്കും. അവരാവശ്യപ്പെടുന്ന മുറയ്ക്കുള്ള ഈ ടാർഗറ്റുകൾ താഴെ തട്ടിലേക്ക് BLOമാർക്ക് നൽകിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും എല്ലാ തട്ടിലും ഇതേപോലത്തെ ഒരു മാനസിക സമ്മർദ്ദം എല്ലാവരും നേരിടുന്നുണ്ട്. BLOമാർ മാത്രമല്ല, അതിൻ്റെ മുകളിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പല ഉദ്യോഗസ്ഥർക്കും അത് ഇപ്പോൾ ഈ പൗളിൻ ഇത് തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യം, അതുപോലെ മറ്റുള്ളവർ അതിന് ഇല്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. മറ്റുള്ളവർ അതിന് പറയാൻ തയ്യാറാവുന്നില്ല. എന്തെങ്കിലും നടപടി വരുമോ, ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ, ഈ നിലയിലേക്കാണ്. ഇങ്ങനെ പറയാൻ ആ മനസ്സ് അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരാളുടെ വിലപ്പെട്ട ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്നലെ രാത്രി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ, അതായത് കൊട്ടാരക്കരയിൽ പുത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരു BLO, അദ്ദേഹത്തിന് സ്ട്രോക്കാണ് വന്നത്. മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ആ ഒരു സ്ട്രോക്ക് ലെവലിലേക്ക് പോയി. ഓൾറെഡി അദ്ദേഹത്തിന് BP ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇന്നലെ രാത്രി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിന് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റ് തുടർ ചികിത്സകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇന്നലെ രാത്രി കണ്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരാതിയായി പറയാനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ലാത്തതുകൊണ്ടും കുടുംബം അതിന് കൊണ്ട് മാത്രമാണ് അത് വാർത്തയാകാതെ പോയത്. ഇതുപോലെ നിരവധി പേർ, അതൊരു പുരുഷനാണ്, ഇപ്പോൾ ഒരു സ്ത്രീയുടെ പ്രശ്നമാണ് പറയുന്നതെങ്കിൽ ഇതൊരു പുരുഷനാണ്. സ്ട്രോക്കിൻ്റെ അവസ്ഥയിലേക്ക് വരെ ആളുകൾ പോകുന്ന ഒരു നിലയിലേക്ക് ഈ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഒരു ദിവസം പരമാവധി പല BLOമാരുമായിട്ട് ഞാൻ സ്ത്രീകളുമായി സംസാരിച്ചപ്പോൾ 30 വീടിൽ കൂടുതൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അത് തന്നെ പല വീടുകളിലും ഇന്ന് 2 പേര്, ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും ജില്ലയിൽ പണിയെടുക്കുന്നവരായിരിക്കും. വീടുകളിൽ പലപ്പോഴും കുട്ടികൾ പുറത്തേതെങ്കിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോകുന്നവരായിരിക്കും. വീട് അടഞ്ഞു കിടക്കും. ഈ വീടുകളിലെല്ലാം 3 നോട്ടം പോകണമെന്നാണ്
നിലവിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം ഇതൊരിക്കലും പ്രായോഗികമല്ല. ഒരു സെൻസസ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയുടെ തന്നെ അതുപോലെയാണ് ഇതും ചെയ്യേണ്ടി വരുന്നത്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരുടെ സ്വന്തം മൊബൈൽ ഫോൺ, അതൊരു പക്ഷേ കുറഞ്ഞ മൊബൈൽ ഫോൺ ആകാം, നെറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. ഇന്നിപ്പോൾ ഈ പൗളിൻ തന്നെ പറയുന്നതിൽ നമുക്കത് വ്യക്തമാണ്. ഞാൻ പലരുമായി സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പോലും പലർക്കും അറിയില്ല. ഇത് വ്യക്തമായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് നേരിട്ട് കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് ഒരു അവധിയും നൽകി നിങ്ങൾക്ക് ഇനി വീട്ടിലിരുന്ന് പണിയെടുത്തോണം, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഇത്ര 1500 അല്ലെങ്കിൽ 2000 വീട്ടിൽ നിങ്ങൾ കയറി ഇതിന് മുഴുവൻ രേഖകൾ ശേഖരിക്കണം. ചെല്ലുന്ന ഓരോ വീടുകളിലും അവരെടുക്കുന്ന ഒരു സമയമുണ്ട്. കാര്യം ആ വീട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ആ വോട്ടർമാരെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഏതൊക്കെ രേഖകൾ ഇത് മൊത്തത്തിൽ പല വീടുകളിലും BLOമാർക്ക് നേരെ പൊട്ടിത്തെറി വരെ ഉണ്ടാവുന്ന വീടുകളിലെ വോട്ടർമാരുടെ അവസ്ഥ. ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പൗളിൻ ഇതെല്ലാം പറയാൻ ധൈര്യം കാണിച്ച് സോമനസാല രംഗത്ത് വന്നത്. ഷമി.